ഹായ് ഡിസൈനേഴ്സ്, ഞാനിവിടെ ഗൂഗിളിൽ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ലോഗോ ഇമേജ് ട്രേസ് ചെയ്യുന്ന സമയത്ത് പിന്നിൽ വരുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ എങ്ങനെ കൃത്യമായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് മെനു ബാറിൽ വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇമേജ് ട്രേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ലോഗോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാം. ഇവിടെ പ്രീസെറ്റ് നമ്മുടെ ലോഗോയിൽ എത്ര കളേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 കളേഴ്സ് ആണ് കൊടുക്കുന്നത്, കാരണം ഏകദേശം ഒരു 4 കളേഴ്സ് ഒക്കെയാണ് ഗൂഗിളിലെ ലോഗോയിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇഗ്നോർ കളർ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വൈറ്റ് വരുന്നുണ്ട്. അത് അതിന്റെ ഡീഫോൾട്ട് കളർ ആണ്. നമുക്ക് മറ്റെന്തെങ്കിലും കളറാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതെങ്കിൽ ഈ കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇമേജ് ട്രേസിംഗ് കഴിഞ്ഞ് കൃത്യമായിട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് കൊടുക്കാം. ഇനി ലോഗോ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. വിൻഡോസിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഗ്രൂപ്പ് ചെയ്തു. ഇനി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോഗോന്റെ ഓരോ പോർഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.